ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ അത്തുൽ, ചീഫ് ഫിസീഷ്യൻ, ആരാധന ആയുർവേദ, മണ്ണാർക്കാട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോണത് സയാറ്റിക്കയെ കുറിച്ചാണ്. എന്താണ് ഈ സയാറ്റിക്ക വരാനുള്ള കാരണങ്ങളും പിന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏകദേശം എല്ലാവരും ലൈഫിൽ വൺ ടൈം അവർക്കൊരു ബാക്ക് ഏക്ക് അല്ലെങ്കിൽ ലോ ബാക്ക് ഏക്ക്, സ്ലിപ്പ് ഡിസ്ക്, അത് കാരണം അവർ ഹോസ്പിറ്റലിൽ പോവും. അപ്പോൾ അവിടെ കേട്ടിട്ടുണ്ടാവും, സയാറ്റിക്ക എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും, നല്ല പരിചയമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ അതിൻ്റെ ചികിത്സ നമ്മൾ കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത് കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്, വീഡിയോയുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ആൾക്കാരുടെ ഷെയർ ചെയ്യുക. ഈ ഷെയർ ചെയ്യാൻ എന്താ പറഞ്ഞത് വെച്ചാൽ, ആൾക്കാരുടെ ചില ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഈ സംഭവം എന്താണ്. വെറുതെ സയാറ്റിക്ക എന്ന് പറയുന്നു എന്നല്ലാതെ അവർക്ക് സംഭവം അറിയത്തില്ല എന്താണ് ഈ സയാറ്റിക്ക. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളായിട്ട് ഡയറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ഫെസിലിറ്റി ലിമിറ്റഡ് ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയും ബെനിഫിറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറാണ്. ആ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് ഹായ് എന്നും പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയയ്ക്കുക. പിന്നെ നിങ്ങൾ കൺസൾട്ടേഷനിലാണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ അത് ടൈപ്പ് ചെയ്യുക. അതെന്താ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ആരാധന ആയുർവേദ മണ്ണാർക്കാടുള്ള സ്ഥാപനത്തിൽ നമ്മൾ എല്ലാ ആയുർവേദിക് മെഡിസിൻസിലും 20% വരെ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻ സ്റ്റോർ മാത്രമാണ്, ഹോം ഡെലിവറി, ഡോർ ഡെലിവറി ഇല്ല. അപ്പോൾ അതിനാണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് തന്നെ യൂസ് ചെയ്യേണ്ടത്. വാട്സപ്പിൽ ജസ്റ്റ് മെഡിസിൻ എന്ന് പിന്നെ നിങ്ങളുടെ പേരും പിന്നെ ആ പ്രിസ്ക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ മെഡിസിൻ ലിസ്റ്റ് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എന്താണ് സയാറ്റിക്ക? അപ്പോൾ സയാറ്റിക്ക പറഞ്ഞൊരു വാദവ്യാധിയാണ്. നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ അതൊരു വാദവ്യാധിയാണ്, സയാറ്റിക് നെർവ്. അപ്പോൾ ആ സയാറ്റിക് നെർവാണ് മെയിനുള്ള സംഭവം. അപ്പോൾ ഈ സയാറ്റിക്ക പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ, ഈ സയാറ്റിക്ക ഉണ്ടാവാനുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യം നോക്കി നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും IVDP, ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്. അതിന് നമ്മൾ സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയും, ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. അങ്ങനെ പല പേരിലും ഈ ഒരു IVDP അല്ലെങ്കിൽ സ്ലിപ്പ് ഡിസ്ക് പറഞ്ഞ സംഭവം അറിയപ്പെടുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഐ ബട്ടൺ ഒന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് പോയിട്ട് നേരിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സയാറ്റിക്കയുടെ ഒരു കോസ് ഇതാണ്. രണ്ടാമത്തെ കോസ് ഞാൻ പറയും ഒബേസിറ്റി. മൂന്നാമത്തത് നമ്മുടെ ഓസ്റ്റിയോ ആർത്തറൈറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ച്, തേയ്മാനം വരിക. അപ്പോൾ അത് കാരണം നമുക്ക് എന്തുണ്ടാവാം, സയാറ്റിക്ക പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ തന്നെ നമുക്ക് സ്പൈനൽ കോഡിൽ കാണുന്ന ഒരു ഇതാണ് സ്പൈനൽ സ്റ്റീനോസിസ്. അപ്പോൾ ഈ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്ന ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ ആ വലിപ്പം ആ ചുറ്റും നമ്മളിപ്പോൾ ഇത്രയിലാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്യണമെങ്കിൽ ആ ചുറ്റും കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ സ്പൈനൽ കോഡിന് പ്രസ് ചെയ്യും, അതിൻ്റെ നെർവ് റൂട്ട്സിനെ പ്രസ് ചെയ്യും. അപ്പോൾ ആ സയാറ്റിക്ക പറഞ്ഞ നെർവിൻ്റെ നെർവ് റൂട്ട്സിനെ ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ സയാറ്റിക് പെയിൻ അല്ലെങ്കിൽ സയാറ്റിക്ക പറഞ്ഞ ഒരു കണ്ടീഷൻ അവിടെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെയുള്ള കാരണം പറയുമ്പോൾ ട്യൂമർ ഉണ്ടാവുക, സ്പൈനിൻ്റെ ട്യൂമേഴ്സ്. പിന്നെ അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ മെയിൻ സിംറ്റം എന്ത് തന്നെയാണ്, വേദനയാണ്, പെയിൻ. അത് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും. റേഡിയേറ്റിംഗ് പെയിൻ പറയുമ്പോൾ ഇത് നമുക്ക് കാണുന്നത് ലോവർ L4 L5 ആ ലോ ബാക്ക് ഏരിയയിലാണല്ലോ കാണുന്നത്. അപ്പോൾ ഹിപ്പ്, അപ്പോൾ ആ ഹിപ്പ് റീജിയനിൽ തുടങ്ങി ആ വേദന തുടങ്ങിയിട്ട് നമ്മുടെ ബട്ടക്കിൻ്റെ ബാക്ക് കൂടെ, അങ്ങനെ തന്നെ നമ്മുടെ നീ ജോയിൻസിൻ്റെ ബാക്ക് കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഫൂട്ട് വരെയും എത്താം. അപ്പോൾ ഈ സയാറ്റിക് നെർവിൽ വരുന്ന പ്രഷർ അല്ലെങ്കിൽ സയാറ്റിക് നെർവിൽ വരുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ കംപ്രഷൻ കാരണമാണ് ഈ സയാറ്റിക്ക നെർവ് എവിടേക്കൊക്കെയാണോ പാസ് ചെയ്യണത്, എവിടേക്കാണ് സപ്ലൈ ചെയ്യണത് വെച്ചാൽ ആ ഏരിയയിൽ മൊത്തം നമുക്ക് എന്തുണ്ടാവും, ആ വേദന അനുഭവപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോവർ ഏരിയ അല്ലെങ്കിൽ ഹിപ്പ് റീജിയനിൽ തുടങ്ങിയിട്ട് ബട്ടക്സിൻ്റെ ബാക്ക് കൂടെ, തൈസിൻ്റെ ബാക്ക് കൂടെ പോയിട്ട് നമ്മുടെ നീ ജോയിൻ്റെ ബാക്ക് കൂടെ പാസ് ചെയ്ത് ഫൂട്ട് വരെ എത്തുന്ന ഒരു വേദനയാണത്. റേഡിയേറ്റിംഗ് ടൈപ്പാണ്. പിന്നെ അതല്ലാതെ നമ്മുടെ എത്ര ഉണ്ട് പ്രഷർ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് നമ്പനെസ്സും ടിംഗ്ലിംഗ് സെൻസേഷൻസും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ സയാറ്റിക് കണ്ടീഷൻ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
അവിടെ എന്ത് ചെയ്യാം, നമ്മുടെ ലോവർ ലിംസിൻ്റെ വീക്ക്നെസ് വരെ നമുക്ക് സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ലേറ്റർ സ്റ്റേജിൽ കാണുന്നുണ്ട്, മസിൽ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ജനറലൈസ്ഡ് വീക്ക്നെസ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഒരു സിംറ്റം, മെയിൻ സിംറ്റം വേദനയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ കേൾക്കാം ഇത് മെയിൻലി വുമൻസിൽ കാണുന്നതാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വുമൻസിലും കാണാം, മെയിൽസിലും കാണാം, രണ്ടിലും കാണാം. പക്ഷെ മോർ പ്രോൺ എന്താ വെച്ചാൽ അവർക്ക് ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക്, ഒബേസി പേഷ്യൻ്റ്, അതുകൊണ്ട് വുമൻസ് പ്രോൺ ആണ്, അത്രയേ ഉള്ളൂ. ബട്ട് നമുക്ക് രണ്ടാൾക്കാരിലും കാണാം. പിന്നെ നമുക്ക് നോക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് കാലിൽ ഒരുമിച്ച് നമുക്ക് എന്തുണ്ടാവില്ല, സയാറ്റിക്ക റെയറാണ്. രണ്ട് കാലിൽ ഒരുമിച്ച് വരൽ റെയറാണ്. ഒന്നെങ്കിൽ റൈറ്റ് ലെഗിലുണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് ലെഗിലുണ്ടാവും. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, OP ലെവലിൽ നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് SLR ടെസ്റ്റ് പറഞ്ഞ ടെസ്റ്റുണ്ട്, സ്ട്രേറ്റ് ലെഗ് റേസ് ടെസ്റ്റാണ്. നമ്മൾ പേഷ്യൻറ്റിനെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തിയിട്ട് അവരുടെ ഓരോ കാല്, റൈറ്റ് ലെഗ് ആണെങ്കിൽ റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ ലെഫ്റ്റ് ലെഗ്, ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൊക്കി നോക്കും. നീ ജോയിൻറ്റ് ബെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്ക് 20-30 ഡിഗ്രി വരെ പൊക്കുമ്പോൾ തന്നെ അവർക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അത് SLR പോസിറ്റീവ് കൂടിയാണ്. അങ്ങനത്തെ നമ്മൾ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, അതിന് അക്യൂട്ട് ആണോ ക്രോണിക് ആണോ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഡയഗ്നോസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സയാറ്റിക്ക ഡയഗ്നോസ് ചെയ്യണത്. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ഒക്യുപ്പേഷൻസ് ഉണ്ട്, ലോങ് സ്റ്റാൻഡിങ് ഒക്യുപ്പേഷൻസ്. അല്ലെങ്കിൽ നമ്മുടെ ഇടുപ്പിൽ കുറച്ച് പ്രഷർ അധികം വരുന്ന വെയ്റ്റ് ലിഫ്റ്റിംഗ്, അങ്ങനെ തന്നെ നമ്മുടെ ലേബർ വർക്ക്സ്, അങ്ങനെ തന്നെ പോലീസുകാർ, ട്രാഫിക് പോലീസ്, ടീച്ചേഴ്സ്, OT സ്റ്റാഫ്സ്, നേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാറ്റഗറി നമ്മുടെ ഒക്യുപ്പേഷനിൽ നമുക്ക് വരുന്നുണ്ട്. ലോങ് സ്റ്റാൻഡിങ്, അത് കാരണം നമ്മുടെ ലോ ബാക്ക് ഏരിയയിലേക്ക് പ്രഷർ അധികം വരിക, അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഹെവി ലോഡൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു പ്രഷർ എടുക്കുമ്പോൾ നേരിട്ട് നമ്മുടെ ഡിസ്കിലൊക്കെ പ്രഷർ വരും, ബൾജ് സംഭവിക്കും. അപ്പോൾ ആ ഡിസ്ക് ബൾജ് സംഭവിച്ചാൽ എന്തുണ്ടാവുക, ആ സയാറ്റിക് നെർവ് പാസ് ചെയ്യുന്നതിൽ ഇപ്പോൾ പ്രഷർ ചെയ്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഇഞ്ചുറി നമ്മുടെ സയാറ്റിക് നെർവിനെ ഇഞ്ചുറി സംഭവിക്കുകയോ, സയാറ്റിക് നെർവിനെ പോയിട്ട് പ്രസ് ചെയ്യുകയോ, സയാറ്റിക് നെർവിനെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുകയുണ്ടെങ്കിൽ ആ സയാറ്റിക് നെർവ് എവിടേക്കാണോ പാസ് ചെയ്യണത്, നമ്മുടെ ലോവർ ലിംസിലാണ് മെയിൻ സപ്ലൈ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എന്തുണ്ടാവും, വേദന, തരിപ്പ്, ടിംഗ്ലിംഗ് സെൻസേഷൻ, വീക്ക്നെസ്, അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ആയുർവേദത്തിൽ നല്ലൊരു ചികിത്സ തന്നെ ഉണ്ട്. അപ്പോൾ ആയുർവേദം ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം, അവർ ചികിത്സിച്ച് മാറ്റിയെടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചികിത്സാക്രമങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സിൻ്റെയും അങ്ങനെ തന്നെ സയാറ്റിക്ക വന്ന അതിൻ്റെ ചികിത്സയും നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ ലെങ്തി ആവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ യോഗ പോസ്റ്റേഴ്സ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോ നോക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. നന്ദി, നമസ്കാരം.